JDS-ലുണ്ടായിരുന്നവർ പുതിയ പാർട്ടി രൂപീകരിച്ചതിൽ ഇടപെട്ട് ദേവഗൌഡ. കേരള നേതാക്കളുടെ മാറ്റം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഉചിതമായ സമയത്ത് നടപടിയെടുക്കുമെന്നും ദേവഗൌഡ മുന്നറിയിപ്പ് നൽകി. JDS NDAയുടെ ഭാഗമായതോടെ കേരള നേതാക്കൾ പുതിയ പാർട്ടി രൂപീകരിച്ചിരുന്നു. സേഫ് വീണ്ടും ചേരുന്നുണ്ട്. സേഫ് വിവരങ്ങൾ. NDAയുടെ ഭാഗമായതോടുകൂടി പുതിയ പാർട്ടി രൂപീകരിക്കാതെ കേരളത്തിൽ നിന്നു പോകാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ അവർ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് CPM-ന്റെ നേതാക്കൾ കൃത്യമായി തന്നെ പല ഘട്ടങ്ങളിൽ അവരോട് ഈ ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. കാരണം പ്രതിപക്ഷമടക്കം ഈ വിഷയം ആയുധമാക്കി രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണ് പുതിയ പാർട്ടി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത് പുതിയ പാർട്ടി അവർ രൂപീകരിച്ചത്. അങ്ങനെ പുതിയ പാർട്ടി രൂപീകരിച്ചപ്പോൾ അത് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, നിയമപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. എന്തായാലും JDS-ന്റെ ദേശീയ അധ്യക്ഷനായ ദേവഗൌഡ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. അത് കേരള നേതാക്കളുടെ മാറ്റം, ഈ പുതിയ രാഷ്ട്രീയ പാർട്ടിയിലേക്കുള്ള മാറ്റം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്ന് ദേവഗൌഡ അയച്ച കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉചിതമായ സമയത്ത് നടപടിയെടുക്കുമെന്നും ദേവഗൌഡയുടെ മുന്നറിയിപ്പ് ഉണ്ട്. JDS NDAയുടെ ഭാഗമായി തുടർന്നപ്പോൾ കേരളത്തിലെ പാർട്ടി വിവിധ ഘട്ടങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. അപ്പോഴും പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് എങ്ങനെ എന്നുള്ള നിയമപരമായ ചോദ്യം കൂടി അവർ മുന്നിൽ നേരിട്ടു. അതിനെ പലതരത്തിലുള്ള നിയമോപദേശം തേടിയ ശേഷമാണ് പുതിയ പാർട്ടി രൂപീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തവർ പുതിയ പാർട്ടി രൂപീകരിച്ചത്. ഇപ്പോൾ ദേവഗൌഡ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ധന്യ. ശരി സൈഫ്.